ഫ്ലോട്ടിംഗ് വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട പ്രത്യേകിച്ച് ആവശ്യമില്ല, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാറാണ്. മാരുതി 800 ആണ്. അതിനകത്ത് കുറച്ച് ഓൾട്രേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇത് ടൈപ്പ് 2 ആണ് വരുന്നത്. 1999 മോഡലാണ് വെഹിക്കിൾ വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓണറോട് തന്നെ ചോദിക്കാം. ഓണർ നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ഹായ് സഹദ്. അതെ, സഹദ് ബ്രോന്റെ വീട് ആലുവല്ലേ? ആലുവ തന്നെ. വണ്ടി കുറെ വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോവിന്റെ അകത്ത് ഇത് വരുന്നത് 1999 മോഡലാണ്. ടൈപ്പ് ടു അന്നത്തെ കാർബറേറ്റർ എഞ്ചിൻ സെയിം ഇപ്പോഴും കാർബറേറ്റർ എഞ്ചിൻ തന്നെയാണ്. അത് 4 സ്പീഡ് വണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് കൂടുതൽ നമ്മൾ എന്താ മോഡിഫിക്കേഷൻ ഓൾട്രേഷൻ ആയിട്ട് എന്തൊക്കെ മാറ്റം വരുത്തിയാണ്? മെയിൻ ആയിട്ട് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബുക്കിലെ പേപ്പർ ബ്ലൂ തന്നെയാണ്, പക്ഷെ അത് തന്നെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്ലൂ കളറിൽ തന്നെ ഡീപ് മെറ്റാലിക് ബ്ലൂ ആണെന്ന് തോന്നുന്നു. കളറിന്റെ പേരെന്താണ്? ഡീപ് പർപ്പിഷ് ബ്ലൂ എന്നാണ് കളർ പറയണത്. ഓക്കെ, നല്ല ഷൈനിങ് ഉള്ള ഒരു ബ്ലൂ ആണല്ലേ? അതെ. പിന്നെ നമ്മള് വീല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അലോയ്സ് ആക്കിയിട്ടുണ്ട് അല്ലേ? 14 ഇഞ്ച് 7.5J ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്. ഗ്രില്ല് ഒരു 2 കൊല്ലം മുമ്പ് മാറ്റിയതാണ്. പിന്നെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൽ തന്നെ ഒരു റണ്ണിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറിൽ ഒരു ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ബമ്പർ ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ആ കളറിനോട് മാച്ച് ആവാൻ വേണ്ടിട്ട് റിയറും ഫ്രണ്ടും ബമ്പറും മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ എനിക്ക് തോന്നുന്നത് DRL ആണെന്ന് തോന്നുന്നല്ലേ? അതെ, താഴത്തെ. പിന്നെ ഒരു ബമ്പർ ലിപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത്. ബ്രോ, ഈ വണ്ടിയുടെ ഹിസ്റ്ററി പറയുമ്പോഴേക്കും ഈ വണ്ടി ബ്രോയ്ക്ക് ഇത് എങ്ങനെ കിട്ടിയത്? എങ്ങനെയാണ് ഈ 800ലേക്ക് വന്നത്? വന്നത് ഒരു കഥയാണ്. ഞാൻ ലൈസൻസ് എടുത്തിട്ട് എനിക്ക് ബൈക്കിനോട് താല്പര്യം ഉണ്ടായില്ല. പിന്നെ വീട്ടിലേക്കായിട്ട് പിന്നെ ലൈസൻസ് എടുത്താണല്ലോ, അതുകൊണ്ട് ഒരു 800 എടുത്തു. അതെടുത്ത് ഒരുപാട് തള്ളി ഉന്തിയും ഒരുപാട് ഇങ്ങനെ വണ്ടിയുടെ പുറകെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ വണ്ടിയോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. പിന്നെ 98 മോഡലായിരുന്നു ആദ്യം എടുത്തത്, ഫസ്റ്റ് വണ്ടി എടുത്തത്. പിന്നെ 99 വാങ്ങിച്ചു. ഇതിപ്പോ എന്റെ അടുത്ത് ഒരു 5 കൊല്ലായി. അതിന് മുന്നേ എന്നാ എടുത്തത്? 2018 എന്തോ ലാസ്റ്റ് അങ്ങാണ്ട് എടുത്ത വണ്ടി ഈ വണ്ടി എടുത്തത്. അതിന് മുന്നത്തെ 800 നടന്നു. അതാണ് ഇയറിൽ തന്നെ ഒരു 3-4 മാസം എന്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ വണ്ടി. അത് കഴിഞ്ഞ് സെയിൽ മീൻസ് ഞാൻ ഈ മാരുതിയുടെ മുട്ടത്തെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തു. അവര് വേറെ വണ്ടി തന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടൈപ്പ് 2 നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെ എടുത്താണ്. കാർബറേറ്റർ അന്നത്തെ കളർ ഏതായിരുന്നു? അന്നത്തെ ഒരു ലൈറ്റ് ബ്ലൂ. അതും സ്റ്റോക്ക് ആണ്, ഫുൾ സ്റ്റോക്ക് തന്നെ. അത് കഴിഞ്ഞാണ് നമ്മൾ ഇത് റീപെയിന്റ് ചെയ്തിട്ട് എത്ര നാളായി? റീപെയിന്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 2-3 വർഷം ഉണ്ടാവും. 3 വർഷം അല്ലേ? ഹെഡ്ലൈറ്റ് സൈഡിലേക്ക് വന്ന പ്രൊജക്ടർ ലാമ്പ് വരുന്നത് ബെലേനോന്റെ ആണല്ലേ? അതെ, 2023 മോഡല് ബെലേനോയുടെ പ്രൊജക്ടറാണ് ആഡ് ചെയ്തേക്കണം. അതിൽ തന്നെ നമ്മള് ഒരു റണ്ണിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയില് ഒരു ഫോഗ് ലാമ്പ് പോലെ ഒരു 8 മോഡലുള്ള ടൈപ്പ് DRL വെച്ചേക്കണം. ബ്രോ, ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു എഞ്ചിൻ ബേസ് സെറ്റപ്പ് ആണ്. അതെ, മെയിൻ ആയിട്ട് എനിക്കൊരു കമന്റ് വന്നേക്കണായിരുന്നു, ഈ വണ്ടി ഒന്ന് ബ്രോയുടെ വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നേനെ. നമുക്ക് അതിന്റെ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതാണ് എഞ്ചിൻ ബേസ് സെറ്റപ്പ്. മെയിൻ ഫസ്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്തേക്കണ ഒരു സ്വാപ്പ് ഗൈസിന്റെ ഒരു ബാഡ്ജിങ് ആണ്. എയർ ഫിൽറ്ററിന്റെ ഒരു പൈപ്പിലാണ് അത് ആഡ് ചെയ്തേക്കണത്. പിന്നെ വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എയർ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അല്ല, ജികോം എന്ന് പറയും ആണല്ലേ? ജികോമിന്റെ എയർ ഫിൽറ്റർ. പിന്നെ ഓരോ പാർട്സിനും ഓരോ കളേഴ്സ് ആണ് ആഡ് ചെയ്തേക്കണത് അല്ലേ? അതെ, മെയിൻ ആയിട്ട് എഞ്ചിൻ മിസ്സിംഗ് ആണെന്ന് മെയിൻ കാർബറേറ്ററിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഒരു 2-3 കൊല്ലം അങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നു. പിന്നെ റീബിൽഡ് ചെയ്യണമെന്ന് തോന്നി. എഞ്ചിൻ ഫുള്ള് റീബിൽഡ് ചെയ്തപ്പോ ഐഡിയ തോന്നിയപ്പോഴാണ് ഓരോ പാർട്ടിനും ഓരോ കളർ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ചെയ്തെടുത്തു. പിന്നെ നമ്മള് കാർബറേറ്ററിന്റെ ജെറ്റ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ട്യൂൺഡ് ആണ് വണ്ടി. പിന്നെ സിലിണ്ടർ ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ബോർ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇതാണ് സെറ്റപ്പ്. പിന്നെ നമ്മള് തീം കൊടുത്തിട്ടുണ്ട്. എസിയുടെ ടയറിന് റെഡ് ബുൾ എഡിഷന്റെ ഒരു തീം കൊടുത്തിട്ടുണ്ട്. അതാ റെഡ് ബുള്ളിന്റെ ഒരു ക്യാൻ സെറ്റപ്പ്. അതെ, അതാണ് ചെയ്തേക്കണം. ആ തീം ഉദ്ദേശിച്ചേക്കണം. പിന്നെ മാക്സിമം നമ്മൾ എന്തൊക്കെയോ ഇതിൽ നിന്ന് ഒതുക്കാൻ പറ്റണോ അതൊക്കെ ഒതുക്കിയിട്ടാണ് എഞ്ചിൻ ബേ സെറ്റപ്പ് ചെയ്തേക്കണം. മാക്സിമം വയറിങ് ഒന്നും കാണൂല, മെയിൻ വയറിംഗ് ഒന്നും ഇല്ല. പിന്നെ മെയിൻ ആയിട്ട് ബാറ്ററി ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ കോയിലൊക്കെ വന്നത് പവർ കോയിൽ ആക്കിയിട്ടുണ്ട്. മാക്സിമം സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബ്രോ നമ്മൾക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ വീൽ സൈഡ് ആദ്യം നോക്കുവാണെങ്കിൽ ഒരു അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീല് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ച് 7.5J ആണ് വീല്. BBSന്റെ ഒരു വീൽസ് ആണ്. മാക്സിസിന്റെ 185/50/40 റബ്ബറാണ് ചെയ്തേക്കണം. വിക്ടർ ടയർ അല്ലേ. പിന്നെ നമ്മൾ ലോവർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്, സ്പ്രിങ് കംപ്രസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 0 വീൽ ഗ്യാപ്പ് ആണല്ലേ. ആകെ ഒരു കൈ മാത്രമേ കയറുള്ളൂ ഇതിൽ കൂടെ. അതിന്റേതായ ബുദ്ധിമുട്ടുകളും പോരായ്മകളും കാണുന്നുണ്ട് ചുറ്റും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ തട്ടി ബോഡിയിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോ സാധാ ലോറും ചെയ്തിട്ടില്ല, സാധാ പോലെ തന്നെ കിടക്കണം. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നത് സൈഡ് സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈബർ പീസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ടേ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വെന്റ് പോലെ എയർ വെന്റും കൊടുത്തിട്ടുണ്ട്. എയർ പാസ് ആവാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തന്നെ ചെയ്തെടുത്താണെന്ന് തോന്നുന്നത് സ്വാപ്പ് ഗൈസ് ടീം അല്ലേ? സ്വാപ്പ് ഗൈസ് ടീം അല്ല, ഞങ്ങൾ വർക്ക് സാധനം എടുത്താണ് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്താണല്ലേ. എന്താണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ വണ്ടിക്ക്. എനിക്ക് തോന്നുന്നത് ബോഡിയിൽ നിന്ന് അത്യാവശ്യം നല്ല ഇറങ്ങി തന്നെയാണ് ഈ സ്കേർട്ടിങ് ഇരിക്കുന്നത്. അത്യാവശ്യം ഒന്നുകൂടി ലോവറായിട്ട് കിടക്കണ സെറ്റപ്പിൽ ചെയ്തെടുത്താണല്ലേ. ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഫുള്ളി ചേഞ്ച്ഡ് ആണ് അല്ലേ. എനിക്ക് തോന്നുന്ന ടൈപ്പ് 1ന്റെ ഡിക്കിയാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ടെയിൽ ലാമ്പ് ആണെങ്കിലും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വാപ്പ് ഗൈസിന്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഡിക്കിയുടെ ലോക്ക് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഫുള്ള് അവിടെ ഒരു നമ്പർ ലൈറ്റ് ഒക്കെ വരുന്ന ഒരു എഡിഷൻ ആയിരുന്നു അന്നത്തെ ടൈപ്പ് 1 വരുന്നത്. അത് ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കണം ഡിക്കി സൈഡ്. പിന്നെ നോക്കുവാണെങ്കിൽ ബമ്പറും ടൈപ്പ് 2 തന്നെ കൊടുത്തേക്കണം. മാത്രം ടൈപ്പ് 1ന്റെ. ഓക്കെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കി ഓപ്പൺ ചെയ്യണവരെ മാറ്റിയിട്ടുണ്ട്. അതെ. ഡിക്കി അകത്തുനിന്ന് തന്നെയാണ് ഡിക്കി തുറക്കണതും. അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു സബ് ബൂഫർ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ബാക്ക് സൈഡിലാക്കിയിട്ടുണ്ട്. എന്താണ് ഡിക്കി സ്പേസ് ഫുള്ള് പോയിട്ടുണ്ട്. വേറെ ലഗേജും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, വെക്കാനും പറ്റില്ല. ആ ഒരു രീതിക്കാണ് ചെയ്തേക്കണത്. പക്ഷെ എങ്ങനെ നോക്കിയാലും എഞ്ചിൻ ബേ ഇത്രയും വൃത്തിയായിട്ടിരിക്കണ ഒരു 800 ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം കൂടുതലും പൊടിയും കാര്യങ്ങളൊന്നുമില്ല, വയറിങ്ങിന്റെ ഒരു വൃത്തിയായിട്ടൊന്നുമില്ല ഇവിടെ. മെയിനാണെങ്കിലും ഇതാണെങ്കിലും ഹൈഡ് ആയിട്ടിരിക്കണം. ഇവൻ ഒരു ടിൻഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി കാണില്ല. ഭയങ്കര കൗതുകത്തോടു കൂടി കാണുന്ന ഒരു എഞ്ചിൻ ബേ സെറ്റപ്പും ആ ഒരു രീതിക്കാണ് ഇത് ചെയ്തേക്കണത്. ഇവിടെയും വരുവാണെങ്കിൽ സ്വാപ്പ് ഗൈസിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ടാണെങ്കിൽ ഈവൻ ഈ ബാറ്ററി വെച്ചേക്കണ കവറും കാര്യങ്ങളും ട്രേ കവർ ടീം തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡില് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റണ കുറച്ചും കൂടെ ഈ സബ് ഇരിക്കണോണ്ടായിരിക്കാം. എനിവേ ബാക്ക് സൈഡും ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അന്നത്തെ ഒരു 1999 സ്റ്റോക്ക് തന്നെയാണ് വണ്ടി. അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണം. എനിക്ക് സ്റ്റിയറിംഗിന്റെ കളറും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കവർ മാത്രം, ക്യാപ്പ് മാത്രം മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ അന്നത്തെ ഒരു സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ഇതിന്റെ അത് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ബ്രോ പറഞ്ഞ പോലെ ഫാമിലി യൂസിനും കൂടെ ഉള്ള കാർ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഫ്രണ്ട് മാത്രം ലോവർ ചെയ്തേക്കണം. എനിക്ക് ഫുൾ ഡ്രോപ്പ് ഇട്ട് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും ഉണ്ടാവും. പിന്നെ ഇന്റീരിയർ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് സീറ്റ് വർക്ക് ആണ് ചെയ്തേക്കണേ. സീറ്റ് വർക്ക് ചുമ്മാ ഒരു ലെതറിന്റെ നോർമൽ സാധാ രീതിയിൽ ചെയ്തേക്കണം. അത്യാവശ്യം ഇതുള്ളത്. പിന്നെ ടിൻഡഡ് അല്ല ഗ്ലാസ് ടിൻഡഡ് ആർന്നു തോന്നണല്ലേ. ടിൻഡഡ് ആർന്നു. ടെസ്റ്റ് ടൈപ്പ് ഇതായതാണ്. പിന്നെ ചെയ്തില്ല, അങ്ങനെ പ്ലാനിങ് ഉണ്ട് എന്തായാലും. പക്ഷെ ഈ വണ്ടിയുടെ കളർ വെച്ച് നോക്കുമ്പോ കുറച്ചും കൂടെ ഗ്ലാസ് ടിൻഡ് കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂടും. പിന്നെ ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ വെച്ചിട്ട് ടിൻഡില്ലാണ്ട് പറ്റില്ല. കാരണം നല്ല വെയിലും നല്ല ചൂടുമാണ്. പിന്നെ പോരാത്തതിന് ഈ AC നമ്മൾ ഇട്ടാലും ഈ വണ്ടിക്ക് അന്നത്തെ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു ഈ AC-യുടെ ഇത് ലീക്കായി പോണ ഒരു കംപ്ലൈന്റ് എല്ലാം മാരേജ് 800 പറയുന്നുണ്ട്. ചെറിയ രീതിക്കുള്ളൂ, എന്നാൽ പോലും അത് നമുക്ക് ഭയങ്കരമായിട്ട് ചൂടും കാര്യങ്ങളും ഇത് ചെയ്യണ ഒരു ഇതാ. അപ്പൊ നമ്മള് ടിൻഡും AC-യും മെയിനാണ് ഈ മാരേജ് 800 കൊടുക്കേണ്ടത്. എങ്കിലാണ് ആ ഒരു കൂളിങ് കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ, അതിന്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തിട്ടും വലിയൊരു ഗുണമില്ലാത്ത ഒരു ഇതുപോലെയാണ്. പിന്നെ വേറെ അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഇന്റീരിയർ ക്ലീൻ ആണ്, ക്ലീൻ ചെയ്ത കൊണ്ടുനടക്കണം.
പിന്നെ നമ്മൾ ഈ വണ്ടീനെ കുറിച്ച് ഏകദേശം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വീണ്ടും പുതിയൊരു കാറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ഗുഡ് ബൈ.